കർഷകരുടെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഹിന്ദു കർഷകർ മുസ്ലിം കർഷകർ എന്ന് പറഞ്ഞിട്ടാണോ ഡൽഹിയിൽ സമരം ചെയ്തത്? കർഷകർ എന്ന് പറഞ്ഞിട്ടല്ലേ സമരം ചെയ്തത്? അത് വിജയിച്ചില്ലേ? അതിൻ്റെ മുമ്പിൽ ഈ മുട്ടുമടക്കേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രിയുടെ പേരും കൂടിയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്നത്? അപ്പോൾ അയാൾ ഇന്ത്യൻ ജനതയുടെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നൊരു കാലം വരും. ഏറ്റവും വലിയൊരു സങ്കടകരമായ സംഭവം, ഇവരുണ്ടാക്കി വിട്ട പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഞങ്ങൾക്ക് റൊട്ടി വേണ്ട, ഞങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേണ്ട, അമ്പലങ്ങൾ മതി, മന്ദിർ മതി എന്ന് പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാ. ശരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് മന്ദിർ മതി, ഞങ്ങൾക്ക് അമ്പലം മതി എന്ന് പറയുന്ന അത്രയും പ്രൊഡക്റ്റുകൾ. അത് ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ആരോഗ്യം കൊണ്ട് പറയുന്നതാണ്. 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് പറയില്ല, ഭക്ഷണം മതി എന്ന് പറയും. സ്വാമി പറയുന്നത് ഇതൊരു മതപരമായിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുക, അതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് എത്രത്തോളം ഭയാനകമാണ് സ്വാമി? അത് വൃത്തികെട്ട ഒരു പരിപാടിയല്ലേ? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, ഇവർ മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇത് ബ്രിട്ടീഷുകാരല്ലേ ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യൻ പതിപ്പല്ലാതെ വേറെ എന്താണ്? അയാൾ വിദേശിയാണ്. നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് എല്ലാവരും പറയുന്നൊരു അവസ്ഥയാണോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ലോ. ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഈഴവൻ, ഇങ്ങനെ പറയാനുള്ള ഒരു പൊളിറ്റിക്സ് അല്ലേ അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതും ബ്രിട്ടീഷുകാരൻ്റെ പൊളിറ്റിക്സ് അല്ലേ? സ്വാമി ഇപ്പോൾ പറയുന്നത് ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ശരിക്കും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതിൻ്റെ രാക്ഷസ രൂപമാണ്, രാവണ രൂപമാണ് നരേന്ദ്രമോദിയിൽ കൂടെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ലോകത്ത് മാധ്യമത്തിന് വലിയൊരു, പണ്ട് കാലത്ത് പാണന്മാർക്ക് ഉണ്ടായിരുന്ന സ്ഥാനമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾ ഫാഷിസത്തിൻ്റെ പാണപ്പാട്ടുകാരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊന്നും റിജക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, അല്ലാതെ ആധ്യാത്മിക തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ പ്രതിഷ്ഠ നടന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ പറഞ്ഞത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു രാജാവ് പ്രതിഷ്ഠ നടത്തിയ ഒരു സംഭവം പറയും. ഇപ്പോൾ ഇവിടെ വടക്കുനാഥനുണ്ട്, പാറമേക്കാവിലമ്മയുണ്ട്, തിരുവമ്പാടിയുണ്ട്. ശക്തനമ്പുരാനാണോ പ്രതിഷ്ഠിച്ചത്? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം നിൽക്കുന്നത് വിശ്വഭദ്രാനന്ദ ശക്തിബോധി സ്വാമിയാണ്. സ്വാമി നമസ്കാരം. നമസ്കാരം. അയോധ്യയിൽ രാമനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അയോധ്യയിലെന്ന് മാത്രമല്ല, ഏത് അസർബൈജാനിലും രാമനുണ്ട്. കാരണം രാമൻ സർവ്വവ്യാപിയാണ്. രാമനില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് അയോധ്യയിലും രാമനുണ്ടാവും. പക്ഷെ അയോധ്യയിൽ മാത്രമേ രാമനുള്ളൂ, അയോധ്യയിൽ മാത്രമേ രാമൻ ഇരിക്കൂ എന്നുള്ള വ്യാമോഹമാണ് നരേന്ദ്രമോദി ഇവിടെ ഇന്ത്യൻ ജനമനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് വാൽമീകിക്കെതിരാണ്, എഴുത്തച്ഛനെതിരാണ്, രാമദാസിനെതിരാണ്, അതുപോലെ കമ്പർക്കെതിരാണ്, എല്ലാവർക്കും എതിരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന രാമൻ എല്ലാ ദിക്കിലുള്ളതാണ്. എല്ലാ ദിക്കിലുമില്ല. രാമൻ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന ഒരു വരി അധ്യാത്മരാമായണത്തിലെ 4000 ശ്ലോകങ്ങളിൽ നിന്ന് എവിടുന്നെങ്കിലും ഒന്നെടുത്ത് കാണിച്ചു തരും. പക്ഷെ നമുക്കത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ആ പ്രതിഷ്ഠയിൽ അയോധ്യയിൽ രാമൻ, ആ പ്രതിഷ്ഠയിൽ രാമനുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ആ പ്രതിഷ്ഠയിൽ രാമനുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠയിൽ ഓരോരുത്തർക്കും ഓരോ രാമനാണുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞു, അപ്പോൾ ഞാൻ ഈ 2 ദിവസം മുമ്പ് നടത്തിയൊരു കവലപ്രസംഗത്തിൽ പറയുണ്ടായി. ഇപ്പം നമ്മൾ നോക്കിയാൽ പറക്കാളി, എന്നുവെച്ചാൽ പറയന്മാരുടെ കാളി, നമ്പൂതിരിമാരുടെ കാളി, നായന്മാരുടെ കാളി, അത് മുച്ചിലോട്ട് ഭഗവതി അല്ലെങ്കിൽ മച്ചിൽ ഭഗവതി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാളിയുണ്ട്. അതുപോലെ RSSനൊരു രാമനുണ്ട്, അത് രാഷ്ട്രീയ രാമനാണ്. ആ രാമനെയാണ് അയോധ്യയിൽ നരേന്ദ്രമോദി പ്രതിഷ്ഠിച്ചത്. സ്വാമിനോട് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പ്രധാന കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു ക്ഷേത്രം, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പലപ്പോഴും പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങൾ ബാക്കിൽ തന്നെ പൂജയും മറ്റുള്ള സംഭവം മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ സാധനമാണ്. അതായത് ഒരു ശില്പിയാണ് ശരിക്കും എന്തുണ്ട് നിർമ്മിക്കുന്നത്. ആ നിർമ്മിച്ച ശില്പി ശരിക്കും ആ നിർമ്മിച്ചതിന് ശേഷം ഇത് അമ്പലത്തിൽ പോകുമ്പോൾ ദൈവമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് അത്രയും കടമ്പകളുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസത്തിലുള്ള ഒരു സംഭവം. അപ്പോൾ ഈ ശില്പത്തിൽ നിന്ന്
ദൈവത്തിലേക്കുള്ള അകലം, ആ അകലം ശരിക്കും പല തന്ത്രികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്ന സമയത്ത് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ ശരിക്കും ആരൊക്കെയാണ് പങ്കെടുത്തത്? അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ശരിക്കും തന്ത്രിമാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശരിക്കും താങ്കൾ അറിയുന്ന, സ്വാമി അറിയുന്ന രീതിയിലേക്ക് തന്ത്രിമാരുണ്ടായിരുന്നോ? അത് നരേന്ദ്രമോദി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അത്തരം രീതിയിലേക്കുള്ള ആളുകൾ മാത്രം ഉണ്ടായിരുന്നു? ഞാൻ അതാണല്ലോ പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, അല്ലാതെ ആധ്യാത്മിക തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ പ്രതിഷ്ഠ നടന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ പറഞ്ഞത്. ആധ്യാത്മിക തന്ത്രം അനുസരിച്ചുള്ള, തന്ത്രവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയല്ല അവിടെ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ തന്ത്രം അനുസരിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ രാഷ്ട്രീയ രാമൻ എന്ന് വിളിക്കുന്നത്. ആത്മീയ രാമനല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഞാൻ ആത്മീയ രാമൻ അയോധ്യയിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. പക്ഷേ അതിന് വേണ്ടിയിട്ട് എനിക്ക് അയോധ്യയിൽ പോയിട്ട് രാമനെ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിവിടെ നിന്നിട്ടും രാമനെ വിചാരിക്കാം, കാരണം രാമൻ ഇവിടെയുണ്ട്. സ്വാമി പറയുന്നത് ലോകത്തെല്ലാം, അല്ലെങ്കിൽ ഈ എല്ലാ അന്തരീക്ഷത്തിലൊക്കെ ശരിക്കും രാമനുണ്ട് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഈ പ്രതിഷ്ഠയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത്ര ടൈമായിട്ട് പറഞ്ഞില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുക. ഏതെങ്കിലും ഒരു രാജാവ് പ്രതിഷ്ഠ നടത്തിയ ഒരു സംഭവം പറയും. ഇപ്പോൾ ഇവിടെ വടക്കുനാഥനുണ്ട്, പാറമേക്കാവിലമ്മയുണ്ട്, തിരുവമ്പാടിയുണ്ട്. ശക്തനമ്പുരാനാണോ പ്രതിഷ്ഠിച്ചത്? അല്ല, അത് തന്ത്രിമാരാണ് പ്രതിഷ്ഠിച്ചത്. ഇവിടെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്ന സാധനം എന്താണ്? പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അതിനൊരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതിപ്പോൾ അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ബ്രഹ്മം സർവ്വവ്യാപിയാണ്. ഈശ്വരൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ശക്തി, വിശ്വശക്തിയായ ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എല്ലാ ദിക്കിലും ഉണ്ട്. അതില്ലാത്തൊരു സ്ഥലമില്ല. ശൂന്യമെന്ന് ബുദ്ധന്മാർ വിളിക്കുന്ന ആ സ്ഥലത്ത് പോലും, ആ ശൂന്യത പോലും എന്താണ്? ആ വിശ്വശക്തിയാണ്. ബ്ലാക്ക് ഹോളിലുള്ളതും ഇവിടെയുള്ളതും അത് തന്നെയാണ്, വിശ്വശക്തി തന്നെ. അപ്പോൾ ഈ വിശ്വശക്തി അങ്ങനെ എല്ലാത്തിലും ഉണ്ട് എന്ന് കരുതി നമ്മളിപ്പോൾ എല്ലാ ദിക്കിലും, ഭൂമിക്കടിയിലൊക്കെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദാഹം തീർക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കിണർ കുഴിക്കണം. ഇതുപോലെ വിശ്വശക്തിയായ ദൈവത്തെ മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപാന്തരം ചെയ്യുന്ന പ്രക്രിയയാണ് തന്ത്രം എന്ന് പറയുന്നത്. ആ പ്രതിഷ്ഠയാണ്, അതുതന്നെയാണ് പ്രതിഷ്ഠ. ആ തന്ത്രപരമായ രീതിയിൽ വിശ്വശക്തിയെ മനുഷ്യജീവിതത്തോട് ബന്ധപ്പെടുത്താൻ വേണ്ടി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രതിഷ്ഠ. അത് ആര് ചെയ്യണം? അത് തന്ത്രി ചെയ്യണം. ആധ്യാത്മിക തന്ത്രി. അയോധ്യയിൽ തന്ത്രിയാണോ ചെയ്തത്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, അത് രാഷ്ട്രീയ രാമനാണെന്ന്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന്. എനിക്ക് ആധ്യാത്മികമായ ഒരു മൂല്യവും. എന്തുകൊണ്ട് ഈ ഇവിടുത്തെ ഹിന്ദു സമുദായം മനസ്സിലാക്കുന്നില്ല അത്തരം സംഭവങ്ങളൊക്കെ? ഹിന്ദു സമുദായം മനസ്സിലാക്കില്ല എന്ന് പറയാൻ ബാബുവിനാരാണ് അധികാരം തന്നത്? അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വിനുവിനാരാണ് അധികാരം തന്നത്? ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതാണോ? അല്ലെങ്കിൽ സുരേഷ് ഗോപി മാത്രമാണോ? അല്ലെങ്കിൽ ഇവിടുത്തെ നാഗേഷ് മാത്രമാണോ? അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മാത്രമാണോ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്? ശങ്കരാചാര്യർ ഹിന്ദു സമൂഹമല്ലേ? ശങ്കരാചാര്യർ അത് മനസ്സിലാക്കിയതുകൊണ്ടല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കുക? നിങ്ങളെന്താ പ്രൊമോട്ട് ചെയ്യാഞ്ഞത്? ശരിക്കും ഞാൻ ചോദിക്കുന്നത്, സ്വാമി പറയുന്നത് ഇതൊരു മതപരമായിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുക, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത് എത്രത്തോളം ഭയാനകമാണ് സ്വാമി? അത് വൃത്തികെട്ട ഒരു പരിപാടിയല്ലേ? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, ഇവർ മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇത് ബ്രിട്ടീഷുകാരല്ല ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യൻ പതിപ്പല്ലാതെ വേറെ എന്താണ്? അയാൾ വിദേശിയാണ്. കാരണം വിദേശി ആയ ബ്രിട്ടീഷുകാരൻ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യപ്പെട്ടാൽ, ഒരു ഇന്ത്യൻ ജനത എന്ന നിലയിൽ അവർ ഐക്യപ്പെട്ടാൽ, ഇവിടെ അവർക്ക് അവരുടെ ചൂഷണങ്ങൾക്ക്, അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മതപരമായ വികാരം ഇളക്കി വിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിക്കുകയും ഇന്ത്യക്കാർ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് എല്ലാവരും പറയുന്നൊരു അവസ്ഥയാണോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ലോ. ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഈഴവൻ, ഇങ്ങനെ പറയാനുള്ള ഒരു പൊളിറ്റിക്സ് അല്ലേ അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതും ബ്രിട്ടീഷുകാരൻ്റെ പൊളിറ്റിക്സ് അല്ലേ? ബ്രിട്ടീഷുകാരൻ നരേന്ദ്രമോദിയുടെ തലയിൽ ഇരുന്നിട്ട് ഇന്ത്യക്കാരെ എപ്പോഴും ഭരിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. ആ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് എൻ്റെ രാഷ്ട്രീയം എന്നോട് പറയുന്നത്. സ്വാമി, ശരിക്കും ഇത്തരം രീതിയിലേക്ക് ഈ മതം ശരിക്കും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ഭാവിയിൽ അത് ഭവിഷ്യത്തുണ്ടാവും എന്ന് പറയാമോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരു അടിസ്ഥാനപരമായിട്ടൊരു മതസമൂഹമാണ്.
മതജാതി ഉപജാതി കുറേ ഫ്യൂഡൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ വൈകാരികതകളൊക്കെ ഉള്ളൊരു രാജ്യത്തിൻ്റെ പേരും കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നതിനും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനും അതിന് തക്കതായൊരു തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടി ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത്തരം പ്രയാസങ്ങളുടെ അമരത്തിരിക്കുന്ന ഒരു രാവണ ഭരണാധികാരിയാണ് നരേന്ദ്രമോദിയിൽ ഞാൻ കാണുന്നത്. സ്വാമി ഇപ്പോൾ പറയുന്നത് ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ശരിക്കും ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതിൻ്റെ രാക്ഷസ രൂപമാണ്, രാവണ രൂപമാണ് നരേന്ദ്രമോദിയിൽ കൂടെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളെയും പുറം തള്ളും ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടും. എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ വ്യക്തമായി പറയുന്നു? കാര്യം ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് മീൻ വിൽക്കാൻ പോലും പാടില്ല, മീൻ വിൽക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, ചിക്കൻ കഴിക്കാൻ പാടില്ല, ചിക്കനെ കൊല്ലാൻ പാടില്ല, അല്ലെ കോഴിനെ കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം അടുത്ത് എന്താണ് പറയുക, വളരെ വല്ലാത്ത വിഷമുണ്ടാകുന്ന രീതിയിലേക്ക് പല ഏത് മതത്തിൻ്റെ പേര് ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല സംഭവങ്ങളും ഇറക്കുക. ആ രീതിയിലേക്കൊക്കെ ശരിക്കും ഹിന്ദുരാഷ്ട്രമാവും എന്ന് പറയുന്ന ഹിന്ദുരാഷ്ട്രമാവുമോ ശരിക്കും? അല്ല, ഇന്ത്യ ഹിന്ദുരാഷ്ട്രം ആവില്ല. ഹിന്ദുരാഷ്ട്രമാക്കാൻ നോക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ജനം തിരിച്ചറിയുമ്പോൾ ഇന്ത്യയിൽ ഇനി വേണ്ടത് മതരാഷ്ട്രവാദമോ മതരാഷ്ട്രവാദ രാഷ്ട്രീയമോ അല്ല എന്നും ജനാധിപത്യ മതേതര രാഷ്ട്രീയമാണെന്നും ഇന്ത്യക്കാരെല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാലം വരും. ഇപ്പോഴും ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് മതപരമായിട്ട് സമീപിക്കാൻ പറ്റില്ല. ഇപ്പോൾ കർഷകരുടെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഹിന്ദു കർഷകർ മുസ്ലിം കർഷകർ എന്ന് പറഞ്ഞിട്ടാണോ ഡൽഹിയിൽ സമരം ചെയ്തത്? കർഷകർ എന്ന് പറഞ്ഞിട്ടല്ലേ സമരം ചെയ്തത്? അത് വിജയിച്ചില്ലേ? അതിൻ്റെ മുമ്പിൽ ഈ മുട്ടുമടക്കേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രിയുടെ പേരും കൂടിയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്നത്? അപ്പോൾ അയാൾ ഇന്ത്യൻ ജനതയുടെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നൊരു കാലം വരും. അതിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായ സംഭവം, ഇവരുണ്ടാക്കി വിട്ട പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഞങ്ങൾക്ക് റൊട്ടി വേണ്ട, ഞങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേണ്ട, അമ്പലങ്ങൾ മതി, മന്ദിർ മതി എന്ന് പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാ. ശരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് വിദ്യാലയങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് മന്ദിർ മതി, ഞങ്ങൾക്ക് അമ്പലം മതി എന്ന് പറയുന്ന അത്രയും പ്രൊഡക്റ്റുകൾ. അത് ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ആരോഗ്യം കൊണ്ട് പറയുന്നതാണ്. 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് പറയില്ല, ഭക്ഷണം മതി എന്ന് പറയും. അത്തരം രീതിയിലൊക്കെ പ്രൊഡക്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ലോകത്ത് മാധ്യമത്തിന് വലിയൊരു, പണ്ട് കാലത്ത് പാണന്മാർക്ക് ഉണ്ടായിരുന്ന സ്ഥാനമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾ ഫാഷിസത്തിൻ്റെ പാണപ്പാട്ടുകാരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊന്ന് റിജക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? പക്ഷേ സ്വാമി പറയുന്നത് ഈ ചാനലിൻ്റെ കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് അത്രത്തോളം വലിയ രീതിയിലേക്ക് ഡെവലപ്പായി പോയിരിക്കുക. മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയനെ കുറിച്ചാണ്. പഴയ കാലത്ത് മാധ്യമങ്ങളെ കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിലെ പല വൈറൽ വീഡിയോസൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ വാർത്തയാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്കൊക്കെ വീഡിയോ എടുത്ത് വിടാനുള്ള സാഹചര്യം ഇന്നുണ്ടല്ലോ സ്വാമി. 1980 കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിൽ ഇത്തരം രീതിയിലേക്ക് നമ്മൾ ശരിക്കും കൊണ്ടുവരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സാഹചര്യം നിലനിൽക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ച ഇപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഇപ്പോൾ എക്സാമ്പിൾ ഈ പുത്തമ്പള്ളിയുടെ കാര്യം തന്നെ സംസാരിക്കാം. ചർച്ച ചെയ്യപ്പെടണം എന്ന് വെച്ചിട്ട് മാത്രമാണ് ഇവർ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നത്. ചർച്ച ചെയ്യപ്പെടണം, ഞങ്ങളിവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം മാത്രം എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അതിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അത്രയ്ക്ക് നിഷ്കളങ്കരാണെന്ന് വരിക്കാവുന്ന വിധത്തിൽ ഞങ്ങളുടെ തലയിൽ ചാണകം വെക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും പറയില്ല. നിഷ്കളങ്കരാന്ന് ഒരിക്കൽ പോലും മാധ്യമ പ്രവർത്തകരെ പറയില്ല. കാര്യം അത് പറഞ്ഞാൽ മതി. 100% നിഷ്കളങ്കരാന്നും പറയാൻ കഴിയില്ല. കാര്യം എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മയത്തിൽ സംസാരിക്കുന്നത്. അല്ല, സ്ട്രോങ്ങിൽ തന്നെ സംസാരിക്കണം. കാര്യം എന്താ അറിയാം, ജനങ്ങള് ശരിക്കും സ്വാമി ഇപ്പൊ എന്നോട് ചോദിച്ചത് സ്വാമിയുടെ വികാരമാണ്. വികാരമൊന്നുമല്ല, ഞാൻ ആരുടെ എവന്റെ ഇപ്പൊ അർണോബ് എന്ന് പറയുന്ന ഒരു ഗോസ്വാമി എന്ന് പറഞ്ഞൊരു ഗോസ്വാമി ഉണ്ടല്ലോ, അവന്റെ മുമ്പിൽ വന്ന് അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞാൻ ചോദിക്കണം 100%. അപ്പോൾ സ്വാമി എന്താണ് പറയുക, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ചോദിച്ചു വന്ന സംഭവം അയോധ്യയിലെ രാമക്ഷേത്രം ശരിക്കും ക്ഷേത്രമാണോ എന്ന് സ്വാമി പറഞ്ഞ സമയത്ത്, സ്വാമിയോട് ചോദിച്ച സമയത്ത് സ്വാമി പറഞ്ഞത് അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി അടിമപ്പെടുത്തിയാണെന്നല്ലേ. ഞാൻ ഉള്ളൊരു കാര്യം പറയാം. ഇപ്പം അയോധ്യയിലൊരു ക്ഷേത്രം ഏതോ കാലത്തും ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞത് ഒരു ഭരണാധികാരിയാണ്. ഭരണാധികാരിക്ക് അയാളുടേതായ നിക്ഷിപ്ത ഭരണ താല്പര്യങ്ങളുണ്ടായിരുന്നു.
പക്ഷെ അയാൾ അത് പൊളിച്ചു കളഞ്ഞു. അതിന് നമ്മൾ മറുപടി പറയുന്ന എപ്പോഴാണ്? 500 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ അശോക് സിംഗാളും വാജ്പേയിയും അദ്വാനിയൊക്കെ ബ്രാഹ്മണരാണ്. അവരുടെയൊക്കെ പൂർവ്വ പിതാമഹന്മാർ ഒരുപാട് ആദിവാസി, ദളിത്, OBC യുവതികളെ, അമ്മമാരെ ഉണ്ടാവും, ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കിപ്പോൾ അതിന് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുകയാണ്. ഞങ്ങൾ വാജ്പേയിയുടെ, അദ്വാനിയുടെയും അതുപോലെ ഇവരുടെ വീട്ടിലേക്ക് കയറട്ടെ. അത്ര അന്നത്തെ സമ്പ്രദായം വെച്ച് അന്നത്തെ സമ്പ്രദായത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്, ഞങ്ങൾ ചെയ്യട്ടെ. എന്ത് തെറ്റായ സാധനമല്ലേ? അത് 500 കൊല്ലം മുമ്പ് ഒരാൾ ചെയ്ത തെറ്റില്ല. ഇപ്പോൾ അത് അന്നത്തെ തലമുറയോട് അന്നത്തെ തലമുറയോട് കൊടുക്കാൻ കഴിയാത്ത ഇന്ന് 500 വർഷം കഴിഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ വളരെ പരമാർത്ഥമായി തെറ്റാണ്. അതുപോലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ മന്ദിർ മതി എന്ന് റൊട്ടി കഴിച്ചിട്ട് പറയുന്നു. 10 ദിവസം റൊട്ടി കിട്ടാണ്ട് മന്ദിർ മതി എന്നല്ല പറയുക, റൊട്ടി വേണം എന്ന് പറയും. തീർച്ചയായും അതിന് ആ വീഡിയോ സ്വാമിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും അതിനൊരു ക്ലാരിറ്റി എന്തായാലും കിട്ടി. 10 ദിവസം മന്ദിർ മതി എന്ന് പറയുമ്പോൾ റൊട്ടി കിട്ടാതാകുമ്പോൾ ശരിക്കും റൊട്ടി മതി, മന്ദിർ വേണ്ട എന്ന് പറയും. കാര്യം മതം തലക്ക് പിരിച്ച് ഉള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് അത് വല്ലാതെ രീതിയിലേക്ക് വൈകാരികമാവും. അപ്പോൾ നന്ദി, നമസ്കാരം.